അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഒരു സംശയം ചോദിക്കാനാണ്. ആ പിന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പലരും പറയുന്നതായിട്ട് കേൾക്കാം, സമസ്തയിലൊരു CPM-ൻ്റെ സ്ലീപ്പിംഗ് സെല്ലുണ്ട് എന്ന്. എന്താ അങ്ങനെ? അതെന്താ അങ്ങനെ ഉണ്ടെങ്കിൽ മോശമാണല്ലോ. എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? എന്താ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്ന് പറയാനുണ്ടോ? അത് ഈ പരിശുദ്ധമായ സമസ്തയെക്കുറിച്ച് അങ്ങനെ ആരോപിക്കുന്നത് വളരെ ഗൗരവതരമാണ്. CPM-ൻ്റെ എന്നല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സെല്ലായി പ്രവർത്തിക്കേണ്ട സംഘടനയല്ലല്ലോ സമസ്ത. മതപരമായ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകി ആധ്യാത്മിക മേഖലയിൽ മുസ്ലിം സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാനും അവരുടെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും കഴിഞ്ഞ 98 വർഷമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാത്മാക്കളുടെ ഒരു സംഘത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ഗുരുതരമായ തെറ്റാണ്. പക്ഷേ ഇതിന് പ്രചരണം ഉണ്ട് എന്നുള്ളത് സത്യം ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും പലരും പ്രസംഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ചില മീഡിയകളും അത് ഏറ്റുപിടിക്കുന്നുണ്ട്. അതെ, അതായത് സമസ്തയിൽ CPM ഫ്രാക്ഷൻ ഉണ്ട്, സമസ്തയിൽ CPM സ്ലീപ്പിംഗ് സെല്ലുണ്ട്, പല പേരുകളാണ്. സമസ്ത ലീഗ് വിരുദ്ധമാണ്. ചിലപ്പോൾ ചാനലുകളൊക്കെ ഇപ്പോൾ പുതിയ ശൈലി എങ്ങനെ വെച്ചാൽ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം, ലീഗ് അനുകൂല വിഭാഗം ഇങ്ങനെ ആക്കി തിരിച്ചിട്ടുണ്ട്. വേറെ ചിലപ്പോൾ കുറച്ചുകൂടി മാറ്റി പറയും പാണക്കാട് വിരുദ്ധർ സമസ്തയിലെ ഇങ്ങനെയും പറയും. അങ്ങനെ വിവിധ വിശേഷങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് സത്യം തന്നെയാണ്. അത് അതിന് വല്ല ഒരടിസ്ഥാനം എന്തെങ്കിലും ഉണ്ടോ? ഏതൊരു പ്രചരണം വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെങ്കിലും അതിന് ഹേതുകമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ. അത് ശരിയായിക്കൊള്ളുന്നില്ല, ഒരു നിമിത്തം ഉണ്ടാവും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ സമസ്ത 926 രൂപീകരിക്കുന്നു. അന്ന് ബ്രിട്ടീഷുകാർ രാജ്യം ഭരിക്കുന്ന കാലഘട്ടമാണ്. പിൽക്കാലത്ത് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നു. കോൺഗ്രസ് നേരത്തെ ഉണ്ട്, വ്യത്യസ്ത പാർട്ടികൾ വരുന്നുണ്ട്. അപ്പോഴൊക്കെ സമസ്ത എല്ലാ വിഭാഗം ആളുകളും സമസ്തയിലുണ്ട് എന്നുള്ളത് കൊണ്ട് സമസ്തക്ക് രാഷ്ട്രീയമല്ല വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാമെന്നൊരു പൊതു രാഷ്ട്രീയ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അതേസമയം അങ്ങനെയൊക്കെ ആണെങ്കിലും മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗുകാരാണ്. മലബാറിൽ സമസ്തയിലും മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗുകാരാണ്. എന്ന് മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകകാല നേതാക്കന്മാരായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ, പാണക്കാട് പൂക്കോയ തങ്ങൾ വലിയ മഹാത്മാക്കളാണ്. ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിയാർ, സമസ്തൻ്റെ ആ പൂർവികരായ വലിയ മഹാത്മാക്കളൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള നേതാക്കന്മാരാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമാരായിരുന്നു ഇപ്പോൾ ബാഫഖ് തങ്ങൾ, പൂക്കോയ തങ്ങളൊക്കെ. അതോടൊപ്പം ഇതേ ബാഫഖ് തങ്ങളും പൂക്കോയ തങ്ങളും സമസ്തയോടും അനിഷേധ്യരായ നേതാക്കന്മാരായിരുന്നു. അതൊരു പ്രത്യേകതയാണ്. ശരിക്കും സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പട്ടിക്കാട് ജാമ്യാനൂരിൻ്റെയൊക്കെ സ്ഥാപകൻ എന്ന് പറയാവുന്ന ആളാണ് ബാഫഖ് തങ്ങൾ. പൂക്കോയ തങ്ങളും അതുപോലെ സുന്നിയോൻ സംഘത്തിനെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയെടുത്ത് ബാഫഖ് തങ്ങൾക്ക് ശേഷം ഈ ജാമ്യാനൂരിൻ്റെ ഉള്ള കാലത്ത് തന്നെ പിന്നെ തുടർന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോയ വലിയ മഹാത്മാവായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഒരു അഭേദ്യമായ അലിഖിത ബന്ധം നിലനിന്നിരുന്നു. എന്നാലും സമസ്തയുടെ ഒരു ലൈൻ തെറ്റിക്കൊണ്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകില്ല. സമസ്തയുടെ ആശയാദർശങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിക ആശയാദർശങ്ങൾ എന്തായിരുന്നാലും ആരും മുസ്ലിം ലീഗിനെ എതിർക്കൂല. അത് നല്ല കാലഘട്ടമായിരുന്നു. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ എല്ലാ മേഖലയിലും മാറ്റം വന്നിട്ടുണ്ടല്ലോ. മുസ്ലിം ലീഗിലെ സീനിയർ നേതാക്കന്മാരോ മുസ്ലിം ലീഗ് നേതാക്കന്മാരോ ഒന്നുമില്ല. ഈ വിദ്യാർത്ഥി യുവജന നേതാക്കന്മാരിൽ ചില ഒറ്റപ്പെട്ട ആളുകൾ ചിലപ്പോൾ സമസ്തക്കെതിരെ പറയും. സമസ്തക്കെതിരെ പരസ്യ പ്രസ്താവന ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമസ്തൻ്റെ വിദ്യാർത്ഥി യുവജന നേതാക്കന്മാർ അതിന് പ്രതികരിക്കും. തീർച്ചയായിട്ടും സ്വാഭാവികമാണത്. ചിലപ്പോൾ ഒന്നുകൂടി കടന്നു പോയി ഇസ്ലാമിക ശരീഅത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രസ്താവനകളും പ്രതികരണങ്ങളും കൊണ്ടുവരും. അത് വളരെ അപകടകരമാണ്. എന്താ അപകടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു CPM കാരനോ കോൺഗ്രസ്സുകാരനോ ഇസ്ലാമിക ശരീഅത്തിനെതിരെ രംഗത്ത് വന്നാൽ അത്ര ഗൗരവം തോന്നൂല. കാരണം വെച്ചാൽ ഔദ്യോഗിക വൃത്തങ്ങൾ അതൊരു പൊതു സംഘടന, എല്ലാ മതവിഭാഗങ്ങളുടെ സംഘടന. അത് മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം അണിനിരന്ന സംഘടനയാണ്. അവരെന്നെ ഇസ്ലാമിക ശരീഅത്തിനെതിരെ ചോദ്യം ചെയ്യാൻ അറിയുമ്പോൾ അത് മുസ്ലിങ്ങളും കൂടുതൽ പ്രതിഫലിക്കും, ഔദ്യോഗിക തലങ്ങളും പ്രതിഫലിക്കും. അത് അപകടകരമാണല്ലോ. അപ്പോഴും അങ്ങനെ വരുമ്പോൾ രംഗത്ത് വരുമ്പോൾ പ്രതികരിക്കും. അങ്ങനെ ഈ പ്രതികരണം കുറേ കാലങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു ലീഗിനെതിരാണ് എന്ന പ്രചരണം നടത്താൻ ചില ആളുകൾ രംഗത്ത് വന്നു. അത് നിമിത്തമാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടായതെന്നാണ് എനിക്ക് ആകത്തുക അതിന് മനസ്സിലാക്കാൻ വെച്ചാൽ വേറെ കാരണം ഞാൻ കാണുന്നില്ല. അത് കുറേ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ
സുന്നത്തെ ജമാഅത്തിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ജുമാ നടത്തിയ ആ സംഭവം. അതെ അതെ അതെ. ഇപ്പോൾ 2011 എൻ്റെ ഓർമ്മ. കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 2 ദിവസത്തെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു 2-3 ദിവസം നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ജുമാ നടത്തിയാൽ ഇസ്ലാമികമായ സാധുവല്ല, ശരിയാവില്ല. ശരിയാകാത്തൊരു ഇബാദത്ത് നടത്തിയത് ഹറാം എന്നറിയാം. ഹറാം പറഞ്ഞാൽ കുറ്റം കിട്ടും. അപ്പോൾ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൽ 90% സുന്നി സമസ്തൻ്റെ മക്കളുണ്ടാകുക. അവർക്ക് ജുമാ നഷ്ടപ്പെടുത്താൻ മാത്രമല്ല ഒരു ഹറാം ചെയ്യിപ്പിക്കും ചെയ്യാനാൽ ഗുരുതരമായ തെറ്റാണല്ലോ. അക്കാലത്ത് SKSY ഇടപെട്ടു. SKSY ഇടപെട്ടു പറഞ്ഞാൽ സ്വാഭാവിക സൗഹൃദപരമായി അന്നത്തെ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായി സംസാരിച്ചു. അത് മാറ്റിവെക്കായിരിക്കും നല്ലത്, ഇസ്ലാമികമായി നിലനിൽപ്പില്ല എന്ന് പറഞ്ഞ പത്രത്തിൽ വാർത്ത കണ്ടപ്പോൾ. പക്ഷെ അത് വഴങ്ങിയില്ല. അവസാനം പാണക്കാട് സയ്യിദ് ശാബ്ദങ്ങൾക്ക് പരാതി പറഞ്ഞു. തങ്ങൾ ഇടപെട്ടു. അവരോട് ചെറുശ്ശേരി ഉസ്താദ് എന്താ പറയുന്നത് അതുപോലെ ചെയ്തോളാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി ഉസ്താദ് മുസ്ലിയാരാണ്. കാരണം അവർ മുസ്ലിംകാരൊക്കെ അങ്ങനെ ചെയ്തത്. എന്താണോ സമസ്ത ലീഡർഷിപ്പ് പറയുന്നത് മതപരമായ കാര്യം അത് അംഗീകരിക്കുക. ചെറുശ്ശേരി ഉസ്താദ് സാധുവല്ലായിരുന്നു. അപ്പോൾ സയ്യിദ് മുഹമ്മദ് നിസാമിനെ ആയിരുന്നു അതിൻ്റെ ഖത്തീബായിട്ട് നിശ്ചയിച്ചിരുന്നത്. ഇത് മതപരമായ സാധുവല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പിൻവാങ്ങി. അപ്പോൾ ഇവർ ജുമാ നിർത്തി വെച്ചില്ല, വീണ്ടും ചെയ്തു ജുമാ നടത്തി, വേറൊരാളെ വെച്ച് നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും SKSFൻ്റെ ഭാഗത്ത് പ്രതികരണം ഉണ്ടാവില്ലേ. അപ്പോൾ അത് മുസ്ലിം ലീഗിനുള്ള പ്രതികരണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേറെ സംഭവങ്ങൾ വേറെ പിന്നെ ഉദാഹരണത്തിന് നമ്മളെ പിന്നെ മറ്റേ ഈ വിവാഹ പ്രശ്നത്തിൽ പിന്നെ മുത്തലാഖ് വിഷയം, അത് വിവാഹപ്രായ വിഷയം എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിൽ ഇസ്ലാമിക ശരീഅത്ത് സംരക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ നിതാന്ത ജാഗ്രത എല്ലാ മുസ്ലിം സംഘടനകളും സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. 1985 നിങ്ങൾ ഷാബാനു കേസ് നമ്മളൊക്കെ ഒരുപാട് സമരത്തിൽ പങ്കെടുത്ത ആളുകളാണ്. അന്ന് വിവാഹമോചിതയായ സ്ത്രീക്ക് ആജീവനാന്തം ചെലവ് കൊടുക്കണമെന്ന ഒരു പുതു നിയമം സുപ്രീം കോടതി പ്രഖ്യാപിച്ചപ്പോൾ ശരീഅത്തിനെതിരാണത്. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണുകൊണ്ട് വലിയ സമര പരിപാടികൾ നടത്തി. ലാസ്റ്റ് അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് കേന്ദ്രം ഭരിക്കുന്ന കാലഘട്ടം. അന്നത്തെ പ്രധാനമന്ത്രി സ്ട്രോങ് സമീപനം എടുത്തു മുസ്ലിങ്ങളെ ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി. രാഹുൽ ഗാന്ധി അല്ല, അന്ന് രാജീവ് ഗാന്ധി അല്ലേ? അന്ന് രാജീവ് ഗാന്ധിയാണെന്ന് എൻ്റെ ഓർമ്മ. അതെ. അതേ ശക്തമായ നിലപാടെടുത്തു എന്ന് മാത്രമല്ല, കോൺഗ്രസ് എംപിമാർക്ക് വിപ്പ് കൊടുത്തു. നിർബന്ധമായും ഈ ശരീഅത്ത് സംരക്ഷിക്കാനുള്ള ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ ഹാജരാണെന്നിട്ട് വോട്ട് ചെയ്ത് ശരീഅത്ത് സംരക്ഷണ ബില്ല് പാസ്സാക്കി. അപ്പോൾ അത്ര ശ്രദ്ധിച്ചു പോരുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇടക്കാലത്ത് പിന്നെ വിവാഹപ്രായം മുസ്ലിം പെൺകുട്ടികൾ 18 ആയാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് ഗവൺമെൻറ് നിശ്ചയിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുൻകൈ എടുത്ത് എല്ലാ മുസ്ലിം സംഘടനകളെയും മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അതിലെല്ലാ വിഭാഗം ആളുകളുണ്ട്. ഒരു മിനിമം കാര്യത്തിൽ എല്ലാവരും ചോദിച്ചു, ഇതിനെതിരെ ഒന്നിച്ച് നിയമ പോരാട്ടം നടത്തണം. മറ്റൊന്ന് 18 വയസ്സേ ആകണമെന്ന കർശനമായ സമീപനം പറ്റില്ല. 18, 20, 30 ഒക്കെ ഓരോരുത്തർ സൗകര്യത്തിന് ആക്കിയ. പക്ഷേ 18 ആയാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് നിയമം വെക്കാൻ പറ്റില്ല. ഏതുപോലെ CIC-കാർ വെച്ച മാതിരി. CIC-കാർ ഡിഗ്രി കഴിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിക്കാഹ് നടത്താൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ സ്ഥാപനം പുറത്താക്കുന്ന പ്രാകൃത നിയമം പാസ്സാക്കിയല്ലോ. സംസ്ഥയുടെ പ്രശ്നത്തിൻ്റെ ഒരു നിമിത്തം അതാ തുടക്കം. എന്ന് വന്നപ്പോൾ മുസ്ലിം സംഘടന ഒരുമിച്ച് യോഗം ചേർന്നു. അതിനെതിരെ ജില്ലാ തലങ്ങളിൽ പ്രക്ഷോഭ പരിപാടികളും പിന്നെ പബ്ലിക്കായിട്ട് നിയമ പോരാട്ടം സുപ്രീം കോടതി നടത്താനും സംയുക്തമായി തീരുമാനിച്ചു. അപ്പോൾ ഇതേ പ്രകാരം അടിസ്ഥാനപരമായി മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഒരു പരസ്യമായി മാതൃഭൂമി ദിനപത്രത്തിൽ ലേഖനം എഴുതിക്കൊണ്ടും ചന്ദ്രിക ദിനപത്രത്തിൽ ലേഖനം എഴുതിക്കൊണ്ടും അന്നത്തെ വിദ്യാർത്ഥി യുവജന നേതാക്കളിൽ ചില 2 ആളുകൾ രംഗത്ത് വന്നു. അങ്ങനെ വലിയ ചർച്ചയായി, ചാനലൊക്കെ ഏറ്റെടുത്തു, വിവാദമായി. സത്യത്തിൽ ആ പ്രക്ഷോഭം പിന്നെ അവസാനം ചെയ്തു, ഇല്ലാതെ പോയി നിയമ പോരാട്ടവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിന് പ്രതികരിക്കുമല്ലോ നമ്മളെ വിദ്യാർത്ഥി യുവജന നേതാക്കൾ തിരിച്ച്. അപ്പോൾ വിവാദം അപ്പോഴും എന്താ വെച്ചാൽ ഇതൊക്കെ ഇവർക്ക് നമ്മുടെ പ്രതിയോഗികൾക്ക് പ്രതിയോഗികൾക്ക് എന്താ വെച്ചാൽ മുസ്ലിം ലീഗിനെതിരാണ് ഇവരെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഘടകമായി. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ആ കാലത്തുള്ള. മുത്തലാഖ് പ്രധാന വിഷയം തന്നെ. മുത്തലാഖ് വിഷയം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ മുസ്ലിം വിദ്യാർത്ഥി സംഘടനയുടെ അഖിലേന്ത്യാ നേതാവ്, നമ്മളിന്ന് ആരെ പേര് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ
അവരിതിൻ്റെ പേരിൽ പ്രയാസപ്പെടുത്തണ്ട, അതൊക്കെ കഴിഞ്ഞ കാലത്ത് നടന്നുപോയി. പക്ഷെ നമ്മൾ ഈ സമസ്തയിൽ CPM സ്ലീപ്പിംഗ് സെല്ലുണ്ട് എന്ന് ഈ പറയുന്ന എന്തെങ്കിലും നിമിത്തമല്ല അതങ്ങനെ പറയുമോ? നമ്മൾ CPMമാരാകാതെ പറയുമോ, സമസ്തക്കാർ അതിന് വേണ്ടി പ്രവർത്തിക്കാതെ പറയുമോ കുറച്ച് ആൾക്കാർ എന്ന് തോന്നും ജനങ്ങൾക്ക്. ആളുകളെ തെറ്റിദ്ധാരണ ദൂരീകരിക്കാൻ വേണ്ടി വിഷയം പറയണം, എന്നാലും നമ്മൾ നോവിക്കാതിരിക്കാൻ വേണ്ടി പേര് പറയുന്നില്ല. ഫേസ്ബുക്ക് ഉൾപ്പെട്ടു മുത്തലാഖ് നിരോധിക്കണം എന്നാണ്, അതാണ് എൻ്റെ അഭിപ്രായം എന്നിട്ട്. അതൊക്കെ ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമല്ലോ. മുത്തലാഖ് പിന്നെ സുപ്രീം കോടതി നിരോധിക്കുന്ന മുമ്പാണ് ഈ പറയുന്നത്. കാരണം ഒരു മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിങ്ങൾ ഏറ്റവും ശക്തരായ കേരളത്തിലെ സംഘടനയുടെ അഖിലേന്ത്യാ നേതാവ് അവരെ ഫേസ്ബുക്കിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തി വെക്കുകയാണ് അവരെ സ്വന്തം അഭിപ്രായം മുത്തലാഖ് നിരോധിക്കേണ്ടത്. അപ്പോൾ BJPക്ക് സൗകര്യമാണ്, സുപ്രീം കോടതി സൗകര്യമാണ്. കാരണം ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ഈ റിപ്പോർട്ട് അങ്ങോട്ട് കൈമാറുമല്ലോ. മുത്തലാഖ് സുപ്രീം കോടതി പിന്നെ നിരോധിച്ചു സംഭവം. പിന്നെ അതിനെതിരെ പല നീക്കം നടത്തിയതിനും വിജയിച്ചിട്ടില്ല, അപ്പോഴും ആ നിരോധനത്തിൽ കിടക്കുകയാണ്. ഈ തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അത് തുടർച്ചയായി ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇത്തരം കാര്യങ്ങൾക്കെതിരെ തിരിച്ച് വിദ്യാർത്ഥി യുവജന നേതാക്കന്മാർ സമസ്തൻ്റെ ആളുകൾ പ്രതികരിക്കും, സ്വാഭാവികമാണ്. അവിടെയാണ് ഈ ഒരു ഇത് മുസ്ലിം ലീഗിനെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമങ്ങൾക്ക് അവർ ചെറിയൊരു കാരണം കിട്ടിയത്, പഴുത് കിട്ടിയത്. ഇപ്പം അഥവാ കുറച്ച് ആൾക്കാർ മുസ്ലിം ലീഗ് വിരോധികളാക്കി മാറ്റൽ ചിലർ ആവശ്യമാണെന്ന് തോന്നുന്ന രൂപത്തിലാണ് പ്രവർത്തനം. അത് സത്യത്തിൽ മുസ്ലിം ലീഗുകാരല്ല ഇതിൻ്റെ പിന്നിലുള്ളത് എന്നാ തോന്നുന്നത്. ഇപ്പോൾ ഈ വാഫി പ്രശ്നത്തിലുണ്ടായ ചില ആളുകളാണെന്ന് തോന്നുക. നിങ്ങളെ അഭിപ്രായം എന്തായാലും? അല്ല, മുസ്ലിം ലീഗുകാരല്ല ഇതിൻ്റെ പിന്നിൽ നിന്ന് ഉറപ്പാണല്ലോ. കാരണം അവർക്കറിയാലോ ഈ ആരോപിക്കപ്പെടുന്ന ആളുകൾ CPMമാരല്ല എന്ന് അവർക്കറിയാലോ. CPMനോട് പ്രവർത്തിക്കുന്ന ആളുകളല്ല. അപ്പോൾ നിങ്ങളാണൊന്ന്, ഞാനാണൊന്ന്, നമ്മളെപ്പോലുള്ള ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. ഓരോരുത്തരും നാട്ടിൽ പോയി അന്വേഷിച്ചാൽ അവർ CPMന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത്. പിന്നെ സംസ്ഥാന തലത്തിലാണ് ചെയ്യുന്നത്, CPMന് വേണ്ടി എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അറിയില്ല. അറിയുമ്പോൾ അത് തെളിവുണ്ടാകുമല്ലോ ഇന്ന ചെയ്തു എന്നുള്ളത്. അത് ഒരു തെളിവില്ലാതെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരം ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, പിന്നെ നമ്മുടെ മഞ്ചേരി ഈ ഒരു യൂണിറ്റി വിമൻസ് കോളേജ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ, കടുങ്ങല്ലൂരിൽ നിങ്ങൾക്കറിയാലോ അന്നത്തെ സമരം ഓർമ്മല്ലേ? യൂണിറ്റ് വിമൻസ് കോളേജാണ്. അവിടെ വിവാദം ഓർമ്മയുണ്ടോ? എന്താ ജുമാ തുടങ്ങാൻ? അതെ, അവിടെ ജുമാ സ്ഥാപിച്ചു. ആര്? വിമൻസ് കോളേജുമായി ബന്ധപ്പെട്ട അതിൻ്റെ അധികാരികൾ. വിമൻസ് കോളേജ് എന്നാൽ പെൺകുട്ടികളുടെ കോളേജ് എന്നാണ്. പെൺകുട്ടികളെ കോളേജിൽ എന്തിനാ ജുമാ? ഇസ്ലാമിൽ ജുമാ ആർക്കാണ്? ആണുങ്ങൾക്കാണ്. പെൺകുട്ടികളുടെ കൺസെഷൻ, അവർക്ക് ലോറ് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ മതി. അവർക്ക് എന്ത് ചെയ്യണം, പള്ളിക്ക് ഇങ്ങനെ ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജുമാ നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലും കൊടുത്ത ഇളവ് ഒഴിവാക്കിയിട്ട് ജുമാക്ക് പോകാൻ അവരോട് ആവശ്യമില്ലല്ലോ, ആവശ്യമില്ലാത്ത കാര്യമുള്ളത്. അപ്പോൾ പെൺകുട്ടികളെ ക്യാമ്പസിൽ ജുമാ അടങ്ങാൻ തീർത്തും അതിൻ്റെ ലക്ഷ്യം ഉറപ്പാണ്. ഖത്തീബ് ആരായിരിക്കും? ഒരു മുജാഹിദ് ജമാഅത്ത് മൗലവിയായിരിക്കും. അവരെ ഖുതുബ എങ്ങനെ അറബിയിലല്ല, എന്തായിരിക്കും? മലയാള പ്രസംഗമായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ കോളേജിൽ ചേർന്ന 90% വരുന്ന സുന്നി പെൺകുട്ടികളെ എന്താക്കി മാറ്റാം, മുജാഹിദ് വൽക്കരിക്കുക എന്നാണ് നിഗൂഢ ലക്ഷ്യത്തോടു കൂടി അവിടെ ഒരു ജുമാ ആരംഭിച്ചു. അപ്പോൾ അതിനെതിരെ സ്വാഭാവികമായിട്ടും നമ്മൾ SKS പിന്നെ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വന്നു. അത് നല്ലൊരു മാർച്ചൊക്കെ അന്ന് നമ്മൾ കണ്ടല്ലേ മാർച്ച് നടത്തി. ഇതൊക്കെ സത്യത്തിൽ മാർച്ച് നടത്തി അൽഹംദുലില്ലാഹ് വിജയിച്ചു. പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് അറിയാം നമ്മുടെ ശുദ്ധതയും സത്യസന്ധതയും ഒക്കെ അറിയാം. കാരണം നമ്മളിത് സമസ്തയുടെ ആശയം നടപ്പാകണം, നിലനിൽക്കണം, അതിനെതിരെ മുസ്ലിം ലീഗിലെ ഈ ചില പ്രവർത്തികളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ബോധ്യത്തോടെ അന്നത്തെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷാഫി ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. നവർ അല്ലാഹു ബർക്കത്ത്, അഡ്വക്കേറ്റ് മഹമ്മദ് ഗുരിക്കൾ, ഹസൻ മഹമ്മദ് ഗുരിക്കൾ ഒക്കെ ജീവിച്ചിരിക്കുക. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, ദർജ ഉയർത്തി കൊടുക്കട്ടെ. തങ്ങൾ ഇടപെട്ടു, ആ ഉചിതമായ തീരുമാനം എടുത്തു, ആ ജുമാ നിർത്തി, മധ്യസ്ഥന്മാർ ഇടപെട്ടാണ് പറഞ്ഞ് നിർത്തി. ആ പരിപാടി ഒഴിവാക്കി, ഒരുപാട് ജുമാ അല്ല. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇടപെടൽ നമ്മുടെ ഇസ്ലാമികമായ ബാധ്യത കൊണ്ട് ഇടപെടേണ്ടി വരികയാണ്. അത് മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കും അറിയാം. നമ്മളതല്ല, മുസ്ലിം ലീഗിനെതിരല്ല പ്രവർത്തിക്കുന്ന അവർക്കറിയാം. പക്ഷേ ഇത് ലീഗ് വിരുദ്ധമാണ്, അതുപോലെ പാണക്കാട് വിരുദ്ധമാണ്, അതുപോലെ CPMൻ്റെ സ്ലീപ്പിംഗ് സെല്ലാണ്, സമസ്തയിലെ പിന്നെ ലീഗ് വിരുദ്ധരാണ് എന്നൊക്കെ പ്രചരിപ്പിക്കാൻ ഇടയാക്കുന്ന ഒരു ചെറിയ പഴുത്. പക്ഷേ ഈ പഴുത് ഉപയോഗപ്പെടുത്തുന്നത് ലീഗുകാരാണോ? അല്ല. ആരാണ് എൻ്റെ ആളുകൾ? അതിലേറെ വലിയ രസമുണ്ട്. ഈ പഴുത് ഉപയോഗപ്പെടുത്തുന്നവർ ഇവരൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. P ജയരാജന് വാഫി ക്യാമ്പസിൽ കാളികാവിൽ, നിങ്ങളെ നാട്ടിലാണല്ലോ, സ്വീകരണം കൊടുത്ത പള്ളിയിൽ ആ സംഭവം നമുക്കറിയാലോ. നിങ്ങൾ പറഞ്ഞപ്പോഴേക്ക് ഓർമ്മ, ഗൗരവതരമായ വിഷയമാണത്. കാരണം
കാളികാവ് PG ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ 18 ഏക്കർ സ്ഥലമാണ്, നല്ല വില പിടിച്ച സ്ഥലം. കാളികാവിലെ AP ബാപ്പു ഹാജി ഇന്നൊക്കെ ഈ രംഗത്തേക്ക് മുസ്ലിം ലീഗിനും സമസ്തയൊക്കെ കൊണ്ടുവന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് അദ്ദേഹം. നവറല്ലാഹു മർക്കല്ലാഹു, അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തുള്ളാഹി അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ദീനി സ്ഥാപനം സമസ്തൻ്റെ കീഴിൽ നടത്താൻ വേണ്ടി ഏൽപ്പിച്ചതാണ്, വഖഫായി ഏൽപ്പിച്ചതാണ് ഈ ഭൂമി. അതിനാണ് ഈ ക്യാമ്പസ് PG പ്രവർത്തിക്കുന്നത് വാഫിൻ്റെ. ഞാൻ അത്ഭുതപ്പെട്ടു സത്യം പറഞ്ഞ ഈ വാർത്ത കണ്ട. ഇപ്പോൾ എല്ലാ നേതാക്കന്മാരും സ്ഥാപനങ്ങൾ സന്ദർശിക്കും, അവർക്ക് വന്നാൽ സ്വീകരണം കൊടുക്കും. സ്വാഭാവികമായി എല്ലാ സ്ഥാപനങ്ങളും നടക്കുന്ന ആവശ്യമാണ്. അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ സ്വീകരിക്കണം, ഉറപ്പന്നെയാണ് വന്നാൽ. പക്ഷേ നമ്മുടെ CPMൻ്റെ നേതാവ് P ജയരാജന് അവിടെ സ്വീകരണം കൊടുത്തു എന്നതല്ല അത്ഭുതം. ജയരാജൻ ആരാ? ഈ നമ്മൾ CPMമാരാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഈ പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനപരമായി സൈബർ മേഖലയിൽ ശമ്പളം വാങ്ങി പ്രവർത്തിക്കുന്ന കുറച്ച് വാഫി ടീം ഉണ്ടല്ലോ, ആ ടീമിൻ്റെ ആസ്ഥാന സ്ഥാപനമാണത്. ഈ സ്ഥാപനത്തിൽ എന്ത് ചെയ്യുന്നത്, P ജയരാജന് സ്വീകരണം കൊടുക്കുന്നത്. CPMൻ്റെ നേതാവ് P ജയരാജൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അവിടെ നടക്കട്ടെ. കാരണം ജയരാജന് സ്വീകരണം കൊടുക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ അദ്ദേഹത്തിന് ഉള്ള ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അരിയൽ ഷുക്കൂർ വധക്കേസിലെ പ്രതിയാണ് അദ്ദേഹം. അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന. അരിയൽ ഷുക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു 1 നമ്പർ ഇസ്ലാമിക പ്രവർത്തകൻ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ. അവൻ MSFൻ്റെ നേതാവെന്ന് മാത്രമല്ല, നമ്മുടെ പാപ്പിനിശ്ശേരി അസ്അദിയ കോളേജില്ലേ, ആ കോളേജിൽ പഠിച്ച് അസ്അദി ആകേണ്ട കുട്ടിയാണ് ആ കുട്ടി. 4-ാം വർഷം 5-ാം വർഷമാണ് കുട്ടി പഠിക്കുന്നത്. നല്ല SSLC പാസ്സായ ശേഷം മതവും ഭൗതികവും ഒരുമിച്ച് പഠിച്ച് നല്ല ഒരു മതഭൗതിക വിവരമുള്ള പണ്ഡിതനായി സുന്നത്ത് ജമാഅത്തിലെ പ്രബോധനകത്തേക്ക് ഇറങ്ങേണ്ട അസ്അദികളുടെ കൂട്ടത്തിലെ പണ്ഡിത സുഹൃത്താവേണ്ട ആ സുഹൃത്തിനാണ് നമ്മുടെ ചെറുപ്പക്കാരനായ പൊന്നനുജനെയാണ് വധിച്ചത്. MSFI എന്നുള്ള കാരണത്താൽ. ആ കാരണത്താൽ ആ കേസിലെ പ്രതിയായ P ജയരാജനെയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ക്യാമ്പസിലെ ഈ വാഫി ക്യാമ്പസിൽ പള്ളിയിൽ. അതതിൻ്റെ 2ാമത്തെ വർഷം. സാധാരണ നമ്മൾ സ്വീകരണം കൊടുക്കുന്ന ഏത് ഗസ്റ്റ് അതിഥികൾക്കും ഓഡിറ്റോറിയത്തിൽ വന്ന് സ്വീകരണം കൊടുത്ത് പറഞ്ഞു വിടും, അല്ലെങ്കിൽ റൂമിൽ വിളിച്ച് അവർക്ക് ഗസ്റ്റ് റൂമിലും ഭക്ഷണം ചായയൊക്കെ കൊടുത്ത് സൈക്കത്തിൽ നല്ല സംസാരിച്ചാൽ പറഞ്ഞു വിടും. ഇത് മൊത്തം വിദ്യാർത്ഥികളെ അവിടുത്തെ മസ്ജിദിൽ വിളിച്ചു വരുത്തി പള്ളിയിൽ അദ്ദേഹത്തിന് മസ്ജിദിൽ എന്ത് വെച്ചാൽ സ്റ്റേജ് അനുവദിച്ച് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുകയാണ്. നമുക്ക് അതിന് എതിരെന്നല്ല. അപ്പോൾ ഒരു CPMകാരനെ അല്ലെങ്കിൽ ഒരു അന്യമതവിശ്വാസിക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റുമല്ലോ എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ പള്ളി അത്രയും പവിത്രമായ പരിശുദ്ധമായ ഒരു സ്ഥലം, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്ഥലം. ഇത്തരം കാര്യങ്ങൾ പള്ളി ഉപയോഗിക്കാറില്ല. അത്തരമൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ആദരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരു മുസ്ലിങ്ങളുടെ മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും മനസ്സിന് മുറിവേൽപ്പിക്കുന്ന, കുത്തിപ്പരിപ്പേക്കുന്ന മാരകമായ ഒരു കേസാണല്ലോ. ഇത് നടത്തിയ ആളുകളാണ് ആര്? വാഫിൻ്റെ അധികൃതർ. എന്നിട്ട് പാണക്കാട് സയ്യിദ് അലി ഷാറിന് അവർക്ക് ആക്ഷൻ എടുത്തു, അത് പുറത്താക്കി. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ. ഇത്തരം കേസ് ഇങ്ങനത്തെ ഒരു സംഭവമല്ല. നവോത്ഥാന മതിൽ പറഞ്ഞ CPMൻ്റെ പല പരിപാടിയിലും ഇതിൻ്റെ പ്രധാനികളൊക്കെ മെമ്പർമാരാണ്. ഇങ്ങനെ നടത്തുന്ന ആളുകളാണ് ആരാക്കുന്നത്? ജീവിതത്തിലൊരിക്കൽ പോലും CPMന് വേണ്ടി പ്രവർത്തിക്കാത്ത, മുസ്ലിം ലീഗിനെതിരെ ഒരു വാക്ക് പറയാത്ത, പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഒന്നും പറയാത്ത, എഴുതാത്ത ഈ സമസ്തയിലെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം, ശരീഅത്തിനെതിരെ ഒന്നും പറയാൻ പാടില്ല, പരിക്കതിന് വരുത്താൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ CPMൻ്റെ ആളുകളായി മുദ്രകുത്തി, CPM സ്ലീപ്പിംഗ് സെല്ലിൻ്റെ ആളുകളെ മുദ്രകുത്തിക്കൊണ്ട് പ്രചരണം നടത്തുന്നതാണ് ഏറ്റവും കൗതുകകരമാണ്, അത്ഭുതകരമാണ്. അത് നിങ്ങൾ ഓർമ്മിപ്പിച്ചാൽ നന്നായി. അത് അറിയാനാണ് ഞാൻ ചോദിച്ചത്. ഇത് വളരെ പ്രചരണം വെറുതെ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അവർ ആരെന്ന് പറയുകയാണെങ്കിലും അത് CPMൻ്റെ ആളാണ് എന്നുള്ള രൂപത്തിൽ നമ്മളെ സമസ്തയുടെ പല യുവ പണ്ഡിതന്മാരെയും നേതാക്കളെയൊക്കെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം ഞാൻ പറയുന്നത് വെച്ചാൽ, ഇത് എന്തായാലും ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ മുസ്ലിം ലീഗിൽ നിഷ്കളങ്കരായ ധാരാളം ആളുകളുണ്ട്. ഇങ്ങനത്തെ വാഫികളുടെ കുത്തിത്തിരിപ്പിൽ തെറ്റിദ്ധരിച്ച ചില ആളുകളാണ് ഈ പ്രചരണം അവരെ കൂട്ടത്തിൽ നടത്തുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അവർ മനസ്സിലാക്കി ഇത് പഠിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അവർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടും. അതോടെ ഈ വാഫി എന്ന് പറഞ്ഞാൽ നമുക്ക് വാഫിനോട് ഇഷ്ടമല്ല, വാഫിൽ നല്ല വാഫികൾ ധാരാളം. പക്ഷേ ചില്ലറ പ്രശ്നക്കാരുണ്ടല്ലോ, ആ പ്രശ്നക്കാരുടെ ഇങ്ങനത്തെ കുതന്ത്രങ്ങളിൽ വലിയൊരു സംവിധാനം സമസ്തയും മുസ്ലിമും തമ്മിൽ അകലരുത്. അതാണ് സമസ്തയും പാണക്കാടകന്മാരും അകലരുത്. അത് നമ്മുടെ ആഗ്രഹമാണ്. അതിന് അവരുടെ അജണ്ട അതുമാണ്. സമസ്തയെ ദുർബലപ്പെടുത്താൻ വേണ്ടി അവർ പ്ലാൻ ചെയ്ത് അവരെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് 3 ലക്ഷ്യങ്ങൾ അവർക്കുള്ളത്. ഒന്ന്, സമസ്തയും മുസ്ലിം ലീഗിനെ അകറ്റുക. അവരെന്നെ പറയുന്നത്, അവരേറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്ന സംഭവം തെളിവുണ്ടല്ലോ, സമസ്തയും പാണക്കാട് തങ്ങന്മാരെയും അകറ്റുക. മറ്റൊന്ന് എന്ത് ചെയ്യുക,
ഇതോടൊപ്പം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സമസ്തൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇറക്കുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചുള്ള കുതന്ത്രങ്ങൾ നടത്തുന്ന ഇത്തരം ആളുകളെ തെറ്റിദ്ധാരണകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. നിഷ്കളങ്കര ആളുകൾ വർഷമത്തിലായിരിക്കാൻ ഇത് ഉപയോഗപ്പെടുന്ന എനിക്കും തോന്നുന്നത്. അവർ സ്വകാര്യ സംഭാഷണത്തിലൊക്കെ ഒരു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആളുകൾ ഇൻഷാല്ലാ ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ നമുക്ക് കാണാം. ശരി, അസ്സലാമു അലൈക്കും.